ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,510 ദിവസമാണ്. മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ആണ്ട് തുലാമാസം 10-ാം തീയതിയാണ്. ശകവർഷം 1947, കാർത്തിക മാസം 5-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 ഒക്ടോബർ മാസം 27-ാം തീയതിയാണ്. ഇന്ന് തിഥി വരുന്നത് ഷഷ്ഠി തിഥിയാണ്. ശുക്ലപക്ഷത്തിലെ ഷഷ്ഠിയാണ്. അത് നാളെ 8 മണി വരെ, നാളെ ഉദയത്തിന് ശേഷം 8 മണി വരെയുള്ള സമയത്ത് ഷഷ്ഠി തിഥിയുണ്ട്. തുടർന്നാണ് സപ്തമി സംഭവിക്കുന്നത്. നക്ഷത്രം വരുന്നത് മൂലം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 1:27 വരെയുള്ള സമയത്ത് മൂലം നക്ഷത്രമുണ്ട്. തുടർന്ന് പൂരാടം നക്ഷത്രമാണ്. കരണം വരുന്നത് പന്നിക്കരണമാണ്. വൈകിട്ട് 7:05 വരെയുള്ള സമയത്ത് പന്നിക്കരണമുണ്ട്. നിത്യയോഗം വരുന്നത് അതികണ്ഠനാമ നിത്യയോഗമാണ്. രാവിലെ 7:26 വരേക്കുമാണ് ഈ അതികണ്ഠനാമ നിത്യയോഗം വരുന്നത്. ഞാറ്റുവേല ചോതി ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണായന കാലമാണ്. ഇന്ന് ദിവസം തിങ്കൾ ചന്ദ്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:16:38 ഉദയം വരുന്നു. വൈകിട്ട് 5:58 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 11 മണിക്കൂർ 42 13 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം എന്ന് പറയുന്നത്. ദോഷകാലങ്ങളാകുന്ന രാഹുകാലം സംഭവിക്കുന്നത് രാവിലെ 7:44 തുടങ്ങി 9:12 വരെയുള്ള സമയത്താണ്. ഗുളികകാലം സംഭവിക്കുന്നത് 1:35 മുതൽക്ക് 3:03 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് 10:39 തുടങ്ങി 12:07 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും ദോഷകാലങ്ങളാണ്. ആകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ള സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:43 മുതൽക്ക് 12:05 വരേക്കും, തുടർന്ന് 12:09 മുതൽക്ക് 12:31 വരേക്കും ഉള്ള സമയത്താണ് ഈ അഭിജിത്ത് മുഹൂർത്തം. മറ്റ് മുഹൂർത്തങ്ങളില്ല എന്നുണ്ടെങ്കിൽ അതൊരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ചന്ദ്രാശ്രമം വരുന്നത് ഇടവക്കൂറുകാർക്കാണ്. കാർത്തിക മുക്കാല്, അതായത് കാർത്തികയുടെ അവസാനത്തെ 3 പാദം, രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം, ഈ നക്ഷത്രത്തിൽ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകയാൽ പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുക, പ്രധാനപ്പെട്ട യാത്രകൾ അങ്ങനെയുള്ള അവയൊക്കെ ഇന്നത്തെ ദിവസം ഒഴിവാക്കാൻ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് മൂലം നക്ഷത്രമാണ്. ശുഭകർമ്മങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നക്ഷത്രമല്ല മൂലം നക്ഷത്രം. വനം, ഉദ്യാനം, ആരാമം മുതലായിട്ടുള്ള കാര്യങ്ങൾ, യുദ്ധസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വാപി, കൂപ, തടാകം, അതായത് കിണർ കുഴിക്കുക, അതുപോലെ തടാകങ്ങൾ ഉണ്ടാക്കുക, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ശത്രു നിഗ്രഹം, ശില്പമുണ്ടാക്കുക, വിഗ്രഹം അത് സന്ധി ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് മൂലം നക്ഷത്രം അനുകൂലമായിട്ടുള്ളത്. തിഥി വരുന്നത് ശുക്ലപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. അതിനും ശില്പം ഉണ്ടാക്കുക, വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആഭരണം ഉണ്ടാക്കുക, യുദ്ധ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, യുദ്ധം തുടങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് തിഥി അനുകൂലമായിട്ടുള്ളത്. നമസ്കാരം.